നല്ല ക്രിസ്പി ആയിട്ടൊരു ദോശയുടെ റെസിപ്പി ഇത് നോക്കിയാലോ. ഇവിടെ ഏകദേശം ഒരു നാഴിയോളം പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അതൊക്കെ ഇങ്ങനെ പാറ്റി വൃത്തിയാക്കിയാണേ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണെങ്കിലും അത് തന്നെ പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതാ പച്ചരി ഇവിടെ പാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി എടുത്തതിൻ്റെ നേരെ പകുതിയായിട്ട് തന്നെ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉഴുന്ന് കുറഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് കിട്ടാതിരിക്കുക, കൂടിപ്പോയാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ആ ഉഴുന്നിലേക്കും പച്ചരിയിലേക്കും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിനിത് പൊതിരാൻ വെക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും പൊതിർത്ത് വെക്കുക. ഇനി അതിന് ശേഷം അവിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അവിൽ നമുക്ക് ഏത് തരം അവിലും എടുക്കാം. ബ്രൗൺ കളറായാലും വൈറ്റ് കളറായാലും കുഴപ്പമില്ല. നമ്മളിവിടെ വെള്ള അവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പൊതിർത്ത് വെച്ചതിന് ശേഷം അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കഴുകി എടുത്തിട്ടുള്ള അവിലും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം മിക്സി ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് നമ്മളിവിടെ അവിൽ ചേർത്തിട്ടുള്ളത്. അവിൽ നമ്മൾ പറഞ്ഞ പോലെ ഏത് അവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രൗൺ കളറാണെങ്കിൽ ദോശയുടെ കളറും ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ദോശമാവ് അരക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. അരി നിങ്ങൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2 തവണയായിട്ട് അരച്ചതിന് ശേഷം അരിമാവ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ തലേന്ന് രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. രാവിലെ ആകുമ്പോഴേക്കും നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മസാല ദോശ, നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നല്ല വലിപ്പത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പാൻ തന്നെ വേണം. അപ്പോൾ പാനിൽ എണ്ണയൊന്നും തടകാതെ ഡയറക്റ്റ് അങ്ങോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ, കല്ല് നന്നായി ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ തടകിയിട്ട് ദോശ വേണമെങ്കിൽ നിങ്ങൾക്ക് മറച്ചിടാം, 2 സൈഡും മുരിച്ചെടുക്കാം. പൊതുവേ ഇത്തരം ദോശകൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുറച്ചൊരു ടേസ്റ്റ്. നെയ്യോ ബട്ടറോ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഈ മസാല ദോശ ആക്കി കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രേവി, ഒരു മസാല ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അതും ഇതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ നല്ല മസാല കറിയാണ് കേട്ടോ ഇന്ന് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.